ശിവരാത്രിയായിട്ട് അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് സിബിനെ ഞാൻ 3 വർഷം മുമ്പ് ഓസ്ട്രേലിയ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. സിബിൻ അന്ന് ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അന്ന് പഠിക്കുമായിരുന്നു. അല്ല അന്നും ജോലി ചെയ്യായിരുന്നു, ഇന്നും ജോലി ചെയ്യാണ്. കട്ടപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ ശിവരാത്രി ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ശിവരാത്രി ദിവസം ഇവിടെ അടുത്ത് സിഡ്നിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹെലൻസ്ബ്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും പ്യുവർ വൈറ്റ് കളറിലാണ് ഈ ഒരു അമ്പലം. നമുക്ക് അമ്പലത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു മെസ്സ് പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണ്, നല്ല ഫുഡ് കിട്ടുമെന്നാണ് സിബിൻ പറഞ്ഞത്. സിബിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ? ആണോ? ആണല്ലേ, അത് ശരി. ഇന്നിവിടെ മഴയായിരുന്നു. നമ്മൾ ഇത്രയും ദിവസം കണ്ട ഭൂപ്രകൃതിയോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും അല്ല ഇവിടെ ഉള്ളത്. ഈ സിഡ്നി എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള മരങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇവർ എന്തോന്നു എനിക്ക് ശിവരാത്രിയൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എന്താ പരിപാടി നടന്നില്ല. ഇവിടെ ഒരു രഥോത്സവം പോലൊരു സംഭവം നടക്കുന്നുണ്ട്. കാരണം ഇത് തമിഴന്മാരുടെ അമ്പലമാണ് കേട്ടോ. തമിഴ് ആളുകളുടെയാണിത്. തമിഴ് ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും. അവർ വിളക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ താലപ്പൊലി പിടിച്ചുകൊണ്ട് പോകത്തില്ലേ, അതേപോലെ തന്നെ വിളക്കൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ട്. ഇത്ര നേരം മഴയായിരുന്നു, ഇപ്പം ജസ്റ്റ് മഴ നിന്നതേ ഉള്ളൂ. ശരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ രഥോത്സവം നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ചെറിയൊരു രഥമാണിത്. ആ രഥമാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. മുമ്പിൽ ഒരാൾ മൈക്കൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഓ നൈസ്. ശരിക്കും നമ്മളെ ഓരോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുമ്പോഴത്തേക്കിനും ആ മിസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവിടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കല്ലേ. അതൊക്കെയാണ് നമുക്ക് ഇവിടെ പലതും കാണാൻ സാധിക്കുന്നത്. അമ്പലങ്ങളിൽ ചെയ്യുന്നതും പള്ളികളിൽ ചെയ്യുന്നതും അങ്ങനെയുള്ള പല സംഭവങ്ങളും. ഓക്കെ, ഓ താങ്ക് യു. ഹാപ്പി ശിവരാത്രി. ഈസ് ദിസ് ശിവരാത്രി സ്പെഷ്യൽ? Okay, that's nice. Hi. And you are taking a video? A little, yeah. You are taking a video? Yes. Oh, you know me. You guys know me. Okay. Enough. Thank you. So he's born with Mammootty then? No. നിങ്ങൾ മലയാളികളാണോ? അത് ശരി. ഓക്കെ. Most of them Tamilian Pandi. Yes. Okay. Nice to meet you all. Trivandrum ആണോ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഞാൻ നല്ല ഇഡ്ഡലിയും ദോശ കഴിക്കാൻ നേരത്തെ വന്ന അവിടെ അന്നപൂർണ്ണ നിലയത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നല്ല ചോറും സാമ്പാറും പരിപ്പറിയും ക്യാബേജ് തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് കഴിച്ചിട്ട് പോയി ദോശ കഴിക്കാം അല്ലേ? എനിക്ക് ദോശ എന്തായാലും വേണം. ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ പോയി ദോശ കഴിക്കും. പായസം വരെ ഉണ്ട്. ചോറ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അകത്ത് കയറി വന്നു. ഇവിടെ ദോശ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. റേറ്റും ഭയങ്കര കുറവാണ്. ദോശയും ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു 2 കിലോമീറ്റർ നടന്നിട്ട് വന്നാലോ, എന്നിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനല്ല, നമ്മൾ ദോശ കഴിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ വന്നിട്ട് ദോശ കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതിൻ്റെ കൂടെ ഒരു വട കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഫുഡ് മൊത്തത്തിൽ അടിപൊളിയാണ്. ആംബിയൻസ് ഇല്ലെങ്കിലും ഫുഡ് അടിപൊളിയാണ്. പിന്നെ അതുപോലെ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് സിഡ്നിയിലാണെങ്കിൽ ഒരു 20-30 എങ്കിലും കൊടുക്കണം, 20 എങ്കിലും കൊടുക്കണം മിനിമം. അടിപൊളി. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഇത് ഭയങ്കര രസമാട്ടോ. ഞാൻ ഇതൊരു അകത്ത് കയറിയില്ല. അകത്ത് കയറാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ കുട്ടിനിക്കർ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ കുട്ടിനിക്കർ ഇട്ടിട്ട് അകത്ത് കയറുന്ന മോശമില്ലെന്ന് ഓർത്തുകൊണ്ടാണ് കയറാത്തത്. നോമ്പ് തുടങ്ങി എല്ലാം. നോമ്പ് തുടങ്ങണം നെക്സ്റ്റ് വീക്ക്. നോമ്പ് തുടങ്ങുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഈ പല എന്താ പറയുക നോമ്പ് തുറ പരിപാടി, ഇഫ്താർ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇല്ലേ. അതേപോലെയാണ് ഈ അമ്പലങ്ങളിൽ വന്നു കഴിയുമ്പോൾ ഓരോ പരിപാടി സമയത്ത് ഇപ്പോൾ അവർ കൂടുതലും വോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലും ചെയ്യുന്നത്. അമ്പലങ്ങളിലെക്കാട്ടി കൂടുതലായിട്ടുള്ള വോളണ്ടറി ആക്ടിവിറ്റീസും ഫുഡ് കൊടുപ്പും പരിപാടികളാണ് ഈ നമ്മുടെ ഗുരുദ്വാരകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അയ്യോ, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നറിയോ? അവിടെ കുറേ പരിപാടികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആളുകൾ വോളണ്ടറി വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൽ പോകുമ്പോഴാണ്, അമൃത്സറിൽ. എൻ്റെ അമ്മ, അവിടെ ചെന്ന് നമുക്ക് അവിടെ അതുപോലെ ആ ക്രൗഡ് വരുന്ന സ്ഥലമല്ലേ.
ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തും അങ്ങനെയുള്ള സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വോളണ്ടറി വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അന്നദാനം എന്നുള്ളൊരു കൺസെപ്റ്റ് പണ്ട് മുതലേ എല്ലാ ക്ഷേത്രങ്ങളിലും പിന്തുടർന്ന് വരുന്നൊരു രീതിയാണ്. ശരി, ഇവിടുത്തെ അന്നദാനം ആ സാമ്പാർ സ്വാദ്യ ടേസ്റ്റ്, ഞാൻ 2 തവണ വാങ്ങിച്ച് കഴിച്ച്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും എനിക്ക് ശരിക്കും ഒരു ശൃംഗേരിയിലും അതേപോലെ തന്നെ ധർമ്മസ്ഥലയിലും ഞങ്ങൾക്ക് അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അന്നദാനം കഴിക്കുന്നൊരു ഫീൽ കിട്ടി. ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരെന്നെ ഉണ്ടാക്കി അവിടെ. നമ്മളെ ശരിക്കും ഡ്രോൺ ഒന്ന് പറത്തുമ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ആ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ തന്നെ ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഫീൽ അല്ലേ നിങ്ങൾക്ക് ഇവിടെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ അതിനിബിഡമായിട്ട് നിൽക്കുമ്പോൾ കാണുന്നത്? അതും കടൽ തീരത്താണ് എന്ന് ഓർക്കണം. കടൽ തീരത്ത് ഇതുപോലെ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിന് അടുത്താണ് ഒരു ഒഴിഞ്ഞ പ്രദേശത്തായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്ന ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെള്ള കളറിൽ പെയിൻ്റ് അടിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. അത് ആകാശത്ത് നിന്ന് നോക്കുമ്പോഴും അതൊരു പ്രത്യേക ഭംഗിയാണ്. ക്ഷേത്രത്തിന് സമീപം വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ബസ്സൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ബസ്സൊക്കെ അവിടെ കിടക്കുന്നതാണ്. ഇതിൻ്റെ ആകാശ ദൃശ്യം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്ര നേരം മഴയായിരുന്നു. ഇപ്പോഴും ആ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പച്ചപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇറ്റ് വാസ് വെരി നൈസ് ഡേ. ശിവരാത്രി ദിവസം നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല ശിവൻ്റെ ക്ഷേത്രങ്ങളിലും നമുക്ക് പല പരിപാടികളും നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും ഞാൻ ഉള്ളിൽ കയറിയിട്ട് വന്നു. ചന്ദ്രമൗലീശ്വരൻ എന്ന് പറയുന്നൊരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, ശിവലിംഗം. അതല്ലാതെ മറ്റനേകം ഉപദേവതമാരും ബാക്കിയുള്ള നവഗ്രഹങ്ങൾ, അങ്ങനെ മൊത്തത്തിലൊരു തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ കയറി തൊഴുന്ന ഒരു പ്രതീതി തന്നെയായിരുന്നു. എന്തായാലും ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി വേറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലത്തെ ഒരുമിച്ച് ഉച്ചയ്ക്ക് അങ്ങ് കഴിച്ച് ബ്രഞ്ചായിട്ട് അങ്ങ് കഴിച്ചു. ചോറും കഴിച്ച്, ദോശയും കഴിച്ച്, കാപ്പിയും കുടിച്ച്, ചായയും കുടിച്ച്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ദഹിപ്പിക്കണം. അപ്പോൾ ദഹിപ്പിക്കാനായിട്ട് ഇവിടെ എവിടെയോ നീന്താനുള്ള സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നീന്താനായിട്ട് പോകാം. എന്നാലും നമുക്ക് ബാക്കി എനർജി കിട്ടും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു അതിനിബിഡമായ വനത്തിന് നടുവിലൂടെ വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വലിയൊരു ക്ലിഫ് ഏരിയയിലാണ്. ബാൾഡ് ഹിൽ ക്ലിഫ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ലുക്കൗട്ട് പോയിന്റ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ആ കുന്നും മലയെന്ന് നിറഞ്ഞിരിക്കുന്ന ആ ഒരു കടൽ തീരം നമുക്ക് കാണാം. എൻ്റെ അമ്മോ, ഇവിടെ ഒരു കൈവരി പോലും വെച്ചിട്ടില്ല അതൊക്കെ. പക്ഷേ ഇതിൻ്റെ താഴേക്കൊക്കെ ആൾക്കാർ നടന്നിറങ്ങി പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. താഴെ കടലിൻ്റെ കളറ് കണ്ടോ, നല്ലൊരു ബീച്ചും ഉണ്ട് അവിടെ. നൈസ് അല്ലേ? ശരിക്കും ഈ കുന്നും മലയും കയറി ഇറങ്ങി ഉള്ള ഒരു ടൈപ്പ് ഓഫ് വഴിയാണ് ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് സീ ക്ലിഫ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞുള്ള ഒരു ബ്രിഡ്ജിലൂടെയാണ്. അതായത് ശരിക്കും കടൽ തീരത്ത് ഈ കാണുന്ന മലകൾക്ക് സമീപത്തായിട്ട് മല തുറക്കാതെ കടലിന് മുകളിലൂടെ പണിതിരിക്കുന്ന ഒരു പാലം, അതാണ് സീ ക്ലിഫ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രസമുള്ള ഒരു പാലമാണ്. അപ്പോൾ ഈ പാലത്തിലൂടെ വണ്ടി ഓടിച്ച് പോകാം. ഈ പാലത്തിന് സൈഡിലൂടെ നടന്നു പോകാനുള്ള വാക്കിംഗ് ട്രാക്ക് ഉണ്ട്. ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ വലിയ മലകളുമായിട്ട് നല്ല അടിപൊളി ഒരു ക്ലിഫ് ഏരിയ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മല വെട്ടിപ്പൊളിക്കാതെ നല്ല കിടുക്കാച്ചിയായിട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് ആ ഒരു പാലം എന്ന് പറയുന്നത്. പാലം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണിത് കാണാനായിട്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് മല വെട്ടിപ്പൊളിച്ച് പണിയണമെങ്കിൽ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു കോസ്റ്റ് കട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ മല വെട്ടിപ്പൊളിക്കേണ്ട, പ്രകൃതി അധികം നശിപ്പിക്കാതെ നമുക്ക് വളരെ ഭംഗിയായിട്ട് സ്ഥലമില്ലാത്ത സ്ഥലത്തുകൂടെ നമുക്ക് ഇത്തരത്തിൽ പാലങ്ങൾ പണിത് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലെയുള്ള സിമിലർ പ്രൊസീജിയർ നമ്മൾ ചൈനയിലൊക്കെ പോയപ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് നമ്മൾ ടിബറ്റിലൊക്കെ ട്രാവൽ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടാണ്. അവിടെയൊക്കെ നദികളുടെ മുകളിലൂടെ ഇതേപോലെ പാലം പണിതിട്ടുണ്ട്. പിന്നെ മലകൾ അധികം പൊട്ടിക്കാതെ ഇതേപോലെ പാലം പണിതിട്ടുണ്ട്. നദിയിൽ കുറച്ച് തൂണുണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും പറ്റാൻ പോകുന്നില്ല, മല പൊട്ടിക്കുന്ന പോലെ അല്ലല്ലോ. സോ അതുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന് ഉതകമാവുന്ന രീതിയിൽ പണിയാവുന്ന ഒരു പാലമാണ് ഈ ഒരു സംഭവം. അതേപോലെ അറ്റ് ദ സെയിം ടൈം ഇവിടെ റെയിൽവേ ലൈനും കാണാം. ആ റെയിൽവേ ലൈൻ അത് മല തുറന്ന് ടണലുകളായിട്ടാണ് റെയിൽവേ ലൈൻ പണിതിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ കിയാമ എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. 100 കിലോമീറ്റർ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുമായിരുന്നു. സിവരൊറ്റക്കിരുന്ന് വണ്ടി ഓടിച്ച് സാമ്പാറും ദോശയെല്ലാം കൂടെ അടിച്ച് കയറ്റി, ചോറെല്ലാം കൂടെ അടിച്ച് കയറ്റി, രാവിലെ അന്തസ്സായിരുന്നു. ഇവിടെ എന്താ സംഭവം എന്നല്ലേ, ഇവിടെ എന്തോ സ്വിം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാ. ഇവിടെ എവിടെ സ്വിം ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ എന്തോ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. വാട്ട് ഈസ് ഇറ്റ് ഹിയർ? വല്ലം പൊങ്ങി വരുമോ? ഇത് വരുമോ? വെള്ളം വരും? വോൾക്കാനിക് ആണോ?
വോൾക്കാനിക് അല്ല, അതൊരു പ്രഷർ കാരണം സംഭവിക്കുന്ന ഭയങ്കര ഹൈറ്റിൽ വന്നു. അടിപൊളി. എവിടെ എന്താ സംഭവിക്കുന്നേ? എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ, ആൾക്കാരുടെ സൗണ്ട് കേട്ടു. ഒന്നും പൊങ്ങി വരുന്നില്ലല്ലോ. ലാവ എവിടെ? ജ്യോതിയും കണ്ടില്ല, തീയും കണ്ടില്ല. ജ്യോതി നോക്കി നിൽക്കുകയാണ് ഗൈസ്. ഇപ്പം എന്തോ സംഭവം വരും എന്ന് പറയുന്നത് ഇവിടെ നിൽക്കാൻ നോക്കി. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ വെള്ളം എന്തോ വരുന്നത്. അതായത് പവർ സർജ് ഓഫ് സീ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലോ ഹോൾ എന്നും പറഞ്ഞൊരു ഹോളുണ്ട്. ആ ഹോളിനകത്തൂടെ വെള്ളം കയറി വരും. അതാണ് സംഭവിക്കുന്നത്. വേവ്സ് ഇങ്ങനെ അടിച്ച് ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഈ ഹോളിലൂടെ വന്ന് ഇതിങ്ങനെ പൊങ്ങി വരും. അതാണ് സംഭവിക്കുന്നത് ഇവിടെ. അപ്പോൾ അത് വരുന്ന സ്ഥലം എന്നാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് ബ്ലോ ഹോൾ. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം. ഇതിങ്ങനെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ മല ഇങ്ങനെ നിൽക്കുകയല്ലേ, മലയല്ല, പാറ കഷ്ണങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ ഒരു ഹോള് കണ്ടു. അതിങ്ങനെ വെള്ളം ശക്തിക്ക് വന്ന് അവിടെ ഒരു ഹോളായതായിരിക്കും. കാറ്റത്ത് നല്ല തിര അടിക്കുമ്പോഴാണ് അതിനകത്തോട്ട് അതിശക്തമായിട്ട് വെള്ളം ഇങ്ങനെ തെറിച്ച് വരുന്നത്. തിരയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് ഡ്രോൺ പറത്തി വേണം അതിൻ്റെ അകത്തോട്ട് വിട്ടാലോ? തിര വരുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അതെ അതെ അതെ, ഭയങ്കരമായിട്ട് കാറ്റ് വരുന്നുണ്ട്. ശക്തി സീ റഫ് ആകുമ്പോഴേ ഇത് വരുള്ളൂ. ഞങ്ങൾ കുറെ നേരം ഇവിടെ നിൽക്കുന്നു. തിര ഇപ്പൊ വരും പറഞ്ഞുണ്ട്. ഓ, അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് വന്ന് അവിടെ. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ക്വാറി പോലെ ഇല്ലേ, പക്ഷെ ഇത് ക്വാറിയല്ല. ഇത് വെള്ളം പ്രകൃതി തന്നെ സ്വന്തമായിട്ട് ക്വാറി ആക്കിയതാണ്. ഓ, ഇത് 100 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്ന് ഇത് കാണാൻ, ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു പഴയ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. ശരിക്കും ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ഈ കടലിൻ്റെ ഒരു പ്രതിഭാസമാണ്. അതായത് ബേസിക്കലി കടൽ തീരത്ത് പല രീതിയിൽ നമ്മൾ തിരയടിക്കുന്നുണ്ട് അല്ലേ, ശക്തമായിട്ട് വളരെ ശക്തമായിട്ട് വെള്ളം ഈ പാറയുടെ അടിയിൽ കൂടെ ഇങ്ങനെ തെറിച്ച് വന്ന് ആ ഹോളിലൂടെ വന്ന് ഇവിടെ ഇങ്ങനെ പൊങ്ങി ഒരു വോൾക്കാനിക് എറപ്ഷൻ സംഭവിക്കുന്ന പോലെ ഇങ്ങനെ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് പൊങ്ങി വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ഇന്നെന്തായാലും വെതർ ബാഡ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല, അതാണ് പ്രശ്നം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ കടൽ തീരത്തൊരു സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ചാടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാർ വന്ന് ഇങ്ങനെ സ്വിം ചെയ്യും. കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ട്. നല്ല പരിപാടിയല്ലേ? കടൽ തീരത്ത് ഉള്ള ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണിത്. ഇതിന് ബേസിക്കലി ഓഷ്യൻ റോക്ക് പൂൾ എന്നാണ് പറയുന്നത്. അതായത് കടൽ വെള്ളം തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. താഴെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുന്ന പോലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കടലിൽ നിന്ന് വെള്ളം തെളിച്ച് ഇങ്ങനെ കിടന്ന് ആ ഒരു ഏരിയ അത്യാവശ്യം സ്വിം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കിയെടുത്ത് റെഡിയാക്കി കല്ലൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഓഷ്യൻ റോക്ക് പൂള് ധാരാളം നമുക്ക് ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും അല്ലേ. ഉപ്പുവെള്ളത്തിലുള്ള സ്വിമ്മിംഗ് പൂൾ അങ്ങനെ പിടിച്ച് നല്ല തണുപ്പായിരിക്കും. ഇത് സമ്മറാണ്. ഇപ്പം ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്നു, ഹൂഡീസൊക്കെ ഇട്ട് നടക്കുന്നു. ചെറിയ തണുപ്പുണ്ട്. ഇപ്പം പെട്ടെന്ന് 2 ദിവസം കൊണ്ട് കാലാവസ്ഥ മാറിയതാണ്. നമ്മൾ കൂപ്പർപടി നിൽക്കുമ്പം അതിശക്തമായ കാറ്റ് വന്നിട്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആ ഡെസേർട്ടിൽ. അതിൻ്റെ തലേ ദിവസം 45 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കെൻ യു ഇമാജിൻ? അഡലേഡിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങി 45 ഡിഗ്രി സെൽഷ്യസ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു ദിവസം 22 ഡിഗ്രി സെൽഷ്യസ് ഡൗൺ ആയി. അയ്യോ, ഞെട്ടിപ്പോയി. എനിക്ക് ഡ്രോൺ പറത്താൻ പറ്റുന്നില്ല, പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാറ്റെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കാറ്റ്, അതേ അവസ്ഥയായിരുന്നു. ശരി, ഒന്നുകൂടി ഇറങ്ങല്ലേ? തണുപ്പത്ത് വേറെ വഴിയില്ല. ലെറ്റ്സ് ഗോ. തല നനച്ചാ മതി, അപ്പൊ റെഡിയോ. ആ, തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. കം ഓൺ, അപ്പ് അപ്പ്. ഓഷൻ പൂളിലൂടെ നീന്തുന്ന സുജിത് ഭായ്. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഒടുക്കത്തെ തണുപ്പ് ആഴമുണ്ട് കേട്ടോ, ആഴമുണ്ട്. തണുപ്പാണേ. നമുക്ക് ബേൺ ചെയ്യണ്ടേ ദോശയൊക്കെ? ദോശ, ചോറ്, പായസം, പരിപ്പേറി എല്ലാം വയറ്റി കിടക്കാം. ഈ വണ്ടി ഉണ്ടോ? ഈ വണ്ടിയിൽ ഇത് ക്യാമ്പർ വാൻ സെറ്റപ്പാണ്. ഈ വണ്ടിയുടെ ആള് ഇതിനകത്ത് തന്നെ ആയിരിക്കും താമസിക്കുന്നത്. പുള്ളിയുടെ സകല സ്ഥാപനചക്ര വസ്തുക്കൾ ആ വണ്ടിയിലുണ്ട്. മുകളിലൊരു സൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പൂളിൽ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മിറ്റ്സുബിഷിയുടെ ഏതൊരു വണ്ടിയാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ സിഡ്നിക്ക് പോവുകയാണ്. സിഡ്നിയിൽ നമ്മളൊരു ചൈന ടൗൺ ഉണ്ട്. ആ ചൈന ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. ബൗഡ് ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് 113 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ 37 മിനിറ്റാണ് കാണിക്കുന്നത്. ഇപ്പം ചൈനീസ് ന്യൂ ഇയർ നടക്കുന്നതുകൊണ്ട് എവിടെ നോക്കിയാലും ചൈനക്കാരായി, എവിടെ നോക്കിയാലും ചൈനക്കാരാണ്. അപ്പോൾ ചൈന ടൗണിൽ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഹലോ ഗൈസ്, നമ്മൾ എവിടെ എത്തി? കൊടൈക്കനാൽ എത്തിയോ? ഊട്ടി എത്തിയോ?
നീ മലപ്പുറത്ത് നിന്ന് ഊട്ടിക്ക് ഡ്രൈവ് ചെയ്ത പോലെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണോ സിബിനെ? ഏറെക്കുറെ ഇപ്പൊ അങ്ങനെയൊക്കെ ആയി തോന്നുന്നു. എനിക്കറിയത്തില്ല, മൊത്തം കോടയും മഴയും. ഇന്നാളെ രാവിലെ ഇറങ്ങിയപ്പോ ഫുള്ള് ക്ലൗഡി ആയിരുന്നു. ഇപ്പൊ അവസ്ഥ നല്ല കോട, നല്ല മഴ. നമ്മള് വൈറ്റിലും വടപ്പള്ളിയിലും ഒക്കെ കാണുന്ന പോലത്തെ ചില്ല് തുടയ്ക്കുന്ന പരിപാടി ഇവിടെ ഓസ്ട്രേലിയയിലും ഉണ്ട്. നോക്കിയേ, അയ്യോടാ, ഇത് സായിപ്പല്ലേ? ഓ മൈ ഗോഡ്, പുള്ളി ജോലി ചെയ്യാണ്, മനസ്സിലായില്ലേ? ഇത് ഞാൻ കണ്ടൊരു ഗുഡ് തിങ് എന്ന് പറയുന്നത്, അയാള് ക്ലീൻ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടാണ് അയാള് വന്ന് ചെയ്യുന്നത്. വെറുതെ റാൻഡമായിട്ട് ചെയ്യുമല്ല. നമ്മുടെ അവിടെ വെറുതെ വന്ന് അവന്റെ സ്വത്താണെന്നുള്ള രീതിയിലാണ് വന്ന് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, എടപ്പള്ളിയിൽ സ്ഥിരമുള്ളതാണ്. ക്ലീൻ ചെയ്തിട്ട് വന്ന് തട്ടും. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഇത് എന്താ പറയാ, അതിന് പ്രോപ്പർ സാധനങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇവർ ഉപയോഗിക്കുന്നതൊന്നും പ്രോപ്പർ സാധനങ്ങളല്ലല്ലോ. ഇവിടെ റോഡിൽ ഒരു സോഫ വെച്ചിരിക്കുന്നുണ്ടോ? അത് ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും എടുത്ത് വെച്ചായിരിക്കും. അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വെറുതെ എടുത്തോണ്ട് പോവാം. അതായത് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പോലും കാശ് വേണം അല്ലേ? അത് ആക്രിക്കാർക്ക് കൊടുക്കണമെങ്കിൽ പൈസ വേണ്ടേ? പൈസ കൊടുക്കണ്ടേ? ഇത് മെത്ത എടുത്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്ക് യൂറോപ്പിലും UK-ലും ഒക്കെ കാണുന്ന സംഭവമാണ്. നമുക്ക് വേണ്ടാത്തൊരു സാധനം ഉണ്ടെങ്കിൽ റോഡ് സൈഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ടേക്ക് ഇറ്റ് എന്നുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കോ ഈ സൈക്കിളൊക്കെ? അതെങ്ങനെ മനസ്സിലാവും അതാണോ അല്ലയോ എന്ന്? ഗസ്സാണല്ലേ? ശരി, വണ്ടി എടുത്തോണ്ട് പോരുത്. നമ്മളിപ്പോ ഇവിടുത്തെ ബോവോഡ് ചൈന ടൗണിലെത്തി. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു പള്ളി കാണാം. ബ്യൂട്ടിഫുൾ ആണല്ലോ, അടിപൊളി ഒരു കിടിലം പള്ളി. അതിന് ആ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ നോക്കിയേ. ഗ്രീക്ക് ഓർത്തഡോക്സ് ആർച്ച് ഡയസിസ് ഓഫ് ഓസ്ട്രേലിയ. മേളിക്കൂടെ ട്രെയിൻ പോകുന്നു, താഴെക്കൂടെ ബസ് വരുന്നു. അപ്പൊ ഇതാണ് ബോവുഡ് ചൈന ടൗൺ എന്ന് പറയുന്ന ആ ഒരു ഏരിയ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും. സിഡ്നിയില് വൈകുന്നേരങ്ങളിൽ 5 മണി കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണണമെങ്കിൽ ഇതുപോലെ ഏഷ്യൻസ് ഉള്ള സ്ഥലത്ത് വരണം. പിന്നെ ഇഷ്ടം പോലെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒന്നാമത് ചൈനക്കാർ ഇഷ്ടം പോലെ വിസിറ്റ് ചെയ്യാനും ട്രാവൽ ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടുണ്ട്. എവിടെ പോയാലും ചൈനക്കാരെ കാണാൻ പറ്റുന്നത്. പിന്നെ ആ ഒരു ചൈനീസ് ന്യൂ ഇയറിന്റെ ആ ഒരു തിരക്ക്, ഓളവും ആഘോഷമൊക്കെ ഉണ്ടാവും. ഈ ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന അവരുടെ ഒരു ഫെസ്റ്റിവലാണ്. ആ സമയത്ത് ചൈന മൊത്തത്തിൽ ഹോളിഡേ ആയിരിക്കും, കംപ്ലീറ്റ് ഹോളിഡേ ആയിരിക്കും. അപ്പോൾ ഈ ചൈനയ്ക്കുള്ളിൽ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യും, ചൈനയ്ക്ക് പുറത്തേക്ക് ഇവർ ട്രാവൽ ചെയ്യും. 1 മാസം അടുപ്പിച്ച് അവധി കിട്ടുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനീസ് ന്യൂ ഇയറിന്റെ സമയത്ത് ചൈന പോകാന്ന് പറയുന്നത് അതൊരു ടാസ്ക്കാണ്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു അകത്തോട്ട് ഇന്റീരിയർ കയറി വന്നിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്. അതൊക്കെ നൈസ് മാൻ, കംപ്ലീറ്റ് ചൈനീസ് ആണല്ലോ ഇവിടെ. ഇത് ശരിക്കും ചൈനയിലൊക്കെ പോയ പോലെ തന്നെ ഉണ്ട്, അടിപൊളി. ഇത് തകർപ്പൻ സെറ്റപ്പാണ്. കണ്ടില്ലേ, ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ചൈനീസ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കിനും ഇവിടെ കംപ്ലീറ്റ് ഡെക്കറേഷൻസും, ഇവിടെ നല്ല ഇവരുടെ എല്ലാ സ്ഥലത്തും ഡെക്കറേഷൻസും, പിന്നെ ഇവരുടെ ഫ്ലാഗുകളും, പിന്നെ ഇവരുടെ ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. ഇതെന്ത് സാധനം? ഇത് മറ്റേ സ്ക്വിഡ്, മറ്റേ തെപ്പനിയാക്കി സ്ക്വിഡ് എന്ന് പറയുന്ന സാധനം. ഇത് പക്ഷേ വെച്ചിരിക്കുന്നത് ഒറിജിനലാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. ഇതെന്ത്, ഇത് ഫുള്ള് ഇതേ പരിപാടിയാണല്ലോ അവിടെ. മറ്റേ സ്ക്വിഡ് അതിന്റെ മേളിലിട്ടിട്ട് തവ ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ സെറ്റാക്കി റെഡിയാക്കി എടുത്തതാണ്ട് ഈ പൊടി ഇട്ട് തരും. ആ മസാല ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ അതിന്, ആ സാധനം. അത് അടിപൊളി ടേസ്റ്റ് അത്. പക്ഷെ എനിക്ക് ഞാൻ സ്ക്വിഡ് കഴിക്കില്ല, എനിക്ക് സ്ക്വിഡ് വലിയ താല്പര്യമില്ല. ഇഷ്ടം കഴിക്കും, പക്ഷെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ, നല്ല അടിപൊളി സാധനമായിരിക്കും അത്. ഭയങ്കര വൈബ്രന്റ് ആണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ്. ഭയങ്കര ഒരു ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ്. നല്ല ക്രൗഡും ഉണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ചൈന ടൗണിൽ വന്നിട്ട് ചൈനീസ്, അപ്പൊ ഇവിടെ ഇത് കുറെ നേരം ഉണ്ടാക്കി വെച്ചിട്ട് ഇല്ല. ഓ വാവ്, എങ്ങനെയുണ്ടാ പൊടി? ഒരു ചാറ്റ് മസാലയുടെ ഫ്ലേവർ അല്ലേ? ഇവിടെ ഷിൻജാങ് ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന, ഷിൻജാങ്ങിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫുഡിന്റെ ഫ്ലേവറാണത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങി. ശരിക്കും ഈ ഓസ്ട്രേലിയയുടെ ഒരു കൾച്ചർ എന്ന് പറയാനായിട്ട് ഈ യൂറോപ്പ് UK ഒക്കെ ഉള്ള പോലെ തന്നെ കൾച്ചർ. അതായത് വൈകിട്ട് 4 മണി 5 മണി ആകുമ്പോഴത്തേക്കിനും എല്ലാം അടച്ച് വീട്ടിൽ പോകുന്ന പരിപാടിയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ രാത്രിയിൽ 10 പേരെ കാണണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുകളൊക്കെ ഉള്ള ഏരിയയിൽ പോയാലേ നമുക്ക് ആരെങ്കിലുമൊക്കെ ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഏരിയ അതേപോലെ ഏഷ്യൻ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആളുകളെ കാണാൻ പറ്റും. വെൽക്കം ടു സിഡ്നി, നൈസ് ടു മീറ്റ് യു. ഹാപ്പി അല്ലേ? എന്തായാലും 70 കിലോമീറ്റർ വണ്ടി ഓടിച്ച് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നതിൽ സന്തോഷമുണ്ട്. സിഡ്നിയിൽ വരുന്ന കാര്യം ചോദിച്ച് ഒത്തിരി ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സിഡ്നി ഞാൻ നേരത്തെ വന്നതായതുകൊണ്ട് പിന്നെ കൂടുതൽ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കാണാനായിട്ട് പ്ലാനിലില്ലാത്തതുകൊണ്ടും
ആർക്കും റിപ്ലൈ തരാൻ പറ്റിയില്ല. സോ താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. അപ്പോൾ നടക്കട്ടെ. Good night. ഗുഡ് നൈറ്റ്. സേഫ് ഡ്രൈവ്. Thank you.